ഹലോ, അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഏത് വെച്ചാൽ ആർഡെക്സിൻ്റെ എൻഡോറ എന്ന് പറഞ്ഞ WPM004 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ റൂഫ് ഇപ്പോൾ ചെയ്യുന്നില്ല. നമ്മൾ ഈ പുട്ടി വരുന്ന ഭാഗങ്ങളെല്ലാം ഈ വാളേരിയല്ലേ, വെള്ളം തെറിക്കുന്ന ഭാഗങ്ങളെല്ലാം ആണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതെന്താ വെച്ചാൽ നമുക്ക് പുട്ടി ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ ഈ പുട്ടി വർക്കെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ ഈ റൂഫ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ കാരണം നമ്മൾ റൂഫ് കൂടെ ഇപ്പോൾ ചെയ്താൽ പുട്ടി വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫിന് ഡാമേജ് വരുത്താനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ വാളെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ സ്ലാബിലേക്ക് നമ്മൾ ഒരു 4-5 കനം കയറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റ് UV റെസിസ്റ്റൻറ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് സജസ്റ്റ് ചെയ്ത ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 2 ലെയറായിട്ടാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, നമ്മളിത് മതിയോ 2 ലെയർ മതിയോ, നമ്മൾ ഈ ലെയർ കൂടുന്തോറും നമുക്ക് വാട്ടർ പ്രൂഫിങ്ങിന് ക്വാളിറ്റി ഉണ്ടാവും ഒക്കെ എല്ലാവരും സംശയമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് ഒരു സംശയം മാത്രമാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്പനി നമുക്ക് 1 ലിറ്ററുമ്പോൾ നമുക്ക് എത്ര കവറേജ് കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഏതെല്ലാം സർഫസിൽ ഉപയോഗിക്കാമെന്നൊക്കെ കമ്പനി പറയുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് 5 ലിറ്ററിൻ്റെ ഇത് ലിക്വിഡും പൗഡറായിട്ടാണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ലെയർ ഇത് അപ്ലൈ ചെയ്തു. നമ്മളതുപോലെ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പ്രഷർ പമ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഡ്രൈ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബ്ലോവർ ഉപയോഗിച്ച് പൊടിയെല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ നമ്മൾ പൊട്ടിയിടുന്ന ഭാഗമാകുമ്പോൾ നമുക്ക് ഈ വരുതി കളയാതെ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് പൊങ്ങിക്കുന്ന ഭാഗങ്ങളൊക്കെ നന്നായി ക്ലിയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ഈ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, പൊങ്ങിക്കുന്ന ഭാഗമൊക്കെ അവർ സ്ക്രാപ്പർ ഉപയോഗിച്ച് തട്ടിക്കളയും. അപ്പോൾ നമ്മൾ ഈ വാട്ടർ പ്രൂഫിന് ഡാമേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് അത്രയും പ്രൊഫഷണലായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമാണ്, നമ്മൾ സൈറ്റിൽ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കണമെന്നില്ല നമ്മളെ ക്ലയൻറ്റും അതുപോലെ തന്നെ എൻജിനീയറും ഡിസ്കസ് ചെയ്തിട്ട് അവർ തീരുമാനിക്കുമെന്ന് പോരാ കേട്ടോ. പിന്നെ നമ്മളത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം, ഏതെല്ലാം രീതിയിൽ ചെയ്യണം, എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മളാണ് കേട്ടോ നോക്കുന്നത്. പിന്നെ നമ്മൾ ഈ കമ്പനി മാത്രമല്ല, നമ്മൾ ഒരുപാട് കമ്പനി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളത് എങ്ങനെ വെച്ചാൽ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് എൻജിനീയേഴ്സ് വന്നിട്ട് നമ്മൾ ഏത് സർഫസിൽ ഏതെല്ലാം പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കമ്പനി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്കും സുഖമാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ വാറൻറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ക്ലയൻറ്റിന് കിട്ടുന്നതാണ് കേട്ടോ. ഈ ഭാഗം നമ്മൾ നോർമൽ ചെയ്യുന്നതും കുറച്ച് ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഈ ഭാഗം സൺസൈഡൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ചീറ്റാലൊക്കെ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ. എന്താ വെച്ചാൽ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ സൈഡ് ഇരിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നല്ല തെറിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതുപോലെ മൈന്യൂട്ടായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമാണ്, അവരിവിടെ നമ്മളെ ബെൽറ്റിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഹൈറ്റിലിവിടെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ തറ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ തറയിൽ നമ്മൾ വേറെ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ഇതും തമ്മിലെ വ്യത്യാസം എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് കമ്പനിക്ക് ഓരോ സർഫസിലും യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഉണ്ടാവും. അതിൻ്റെ കവറേജും ഒക്കെ അനുസരിച്ച് നമ്മളത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ലൈഫും കാര്യങ്ങളും കിട്ടുക. നമ്മളത് ഏത് കമ്പനി ചെയ്യണമെന്നല്ല, അതെങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയിലാണ് ലൈഫ് കിട്ടുക കേട്ടോ.